എന്തായാലും സ്ത്രീ ഇടപെടുന്ന നമ്മുടെ സാമൂഹ്യ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. എന്റെ പേര് അജയകുമാർ എന്നാണ്. ഇന്നലെ ഒരു സെഷനിൽ ഉണ്ടായിരുന്നു. ഒരു സൗഹൃദത്തിന്റെ പേരിലാണ് ഞാൻ ഈ കരുനാഗപ്പള്ളിയിലേക്ക് സാഹിത്യ ഉത്സവത്തില് പങ്കെടുക്കാൻ ഇടയായത്. അതിന് എല്ലാവരോടും നന്ദിയുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നവരെ നമുക്കറിയാം, കേരളത്തിലെ വളരെ സാംസ്കാരികമായിട്ട് വളരെ അധികം ഇടപെടുന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള പ്രൊഫസർ സുജാ സൂസൻ ജോർജ്, അതുപോലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സ്ത്രീവേദിയായിട്ടുള്ള വനിതാ സാഹിത്യയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള BS ആർ പാർവതി ദേവി, മാധ്യമപ്രവർത്തകയാണ്. നിരവധി ദൃശ്യ മാധ്യമങ്ങളിലും പ്രിന്റ് മീഡിയയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള, ഇപ്പോഴും ചിന്ത പ്ലസ് ഓൺലൈനിന്റെ ഡെപ്യൂട്ടി എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ആർ പാർവതി ദേവി, ഇങ്ങനെയുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ മൊത്തം സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിലും ഇടപെടുന്ന 3 പേരാണ് ഈ സെഷനിൽ പങ്കെടുക്കുന്നത്. വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ആമുഖമില്ലാതെ അവർക്ക് 3 പേർക്കും പറയാനുള്ളത് കേൾക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ആദ്യമായി പ്രൊഫസർ സുജാ സൂസൻ ജോർജിനോട് ചോദ്യമല്ല, ഒരു മേഖലയെ കുറിച്ച്. നമ്മുടെ കുടുംബഘടനയിലെ നിലനിൽക്കുന്ന അധികാര രൂപങ്ങൾ, ലിംഗപരമായിട്ടുള്ള ലിംഗസമത്വം, അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അത് ചർച്ച ചെയ്യേണ്ട, എത്ര ചർച്ച ചെയ്താലും നമ്മളിപ്പോ ചർച്ച ചെയ്ത് ഒരുപാട് തരത്തിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ ഇടപെടുന്നുണ്ട്, ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു അന്തരീക്ഷം ഉണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ പോലും പലപ്പോഴും പ്രാകൃതമായ പല സ്വഭാവങ്ങൾക്കും നമ്മൾ അതൊക്കെ ഇരകളാവുന്നു, നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബഘടനയ്ക്കകത്ത് നിൽക്കുന്ന അധികാര രൂപങ്ങളെ കുറിച്ച് ഉള്ള വിചാരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ശ്രീമതി സുജാ സൂസൻ ജോർജ് തന്റെ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ സെഷൻ ആരംഭിക്കാം എന്നാണ് വിചാരിച്ചത്.